ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, എന്നാൽ ഫോൺ ഉപയോഗിക്കുന്ന പലവരും നേരിടുന്ന പ്രശ്നമാണ് ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളാകാന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ നിങ്ങള് ഫോൺ ഹാങ് ആവാൻ കാരണം നിങ്ങളാണ്. ഞാൻ ഈ പറയുന്ന 3 സെറ്റിങ്സുകൾ നിങ്ങൾ ശരിയായി ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഫോണ് ഒരിക്കലും ഹാങ് ആവുകയില്ല. അപ്പോൾ അത് ഏതൊക്കെ സെറ്റിങ്സ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ മാത്രമേ ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. ഇത് അപ്പോൾ ആർക്കും അറിയില്ല എന്നാണ് ധാരണ. അറിയാത്തവരെ ഈ വീഡിയോ കാണും. പിന്നെ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സ് കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷം. തുടർന്ന് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ഏതൊക്കെ സെറ്റിങ്സ് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തീക്കാൻ വേണ്ടിയുള്ള കാരണം. അത് നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തീരില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഏതൊക്കെ സെറ്റിങ്സ് ആണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ്റെ താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ശേഷം നിങ്ങൾ വാട്സപ്പിൽ ഇതുവരെ എത്ര MB ചിലവാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 14 GB യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 12 GB മാത്രമേ സേവ് ആകത്തുള്ളൂ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇനി ഈ 14 GB എവിടെ നിന്നാണ് എനിക്ക് വന്നത്? ആ ഗ്രൂപ്പിൻ്റെ ലിസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത്. ഈ ഗ്രൂപ്പിൽ 36 ഇത് ചെയ്യാനുണ്ട്. PDF ഫയല് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഇത് വാട്സപ്പിലുള്ള സ്പീഡ് കൂടുന്നതാണ്. കൂടുതൽ ഫയല് ഉള്ള ഗ്രൂപ്പുകളെ ആദ്യം വരത്തുള്ളൂ, ബാക്കിയൊക്കെ രണ്ടാമതേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് പോവാം. അതായത് നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഏത് ഗാലറിയാണോ വേണ്ടത് ആ ഗാലറി ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഫയൽ ബൈ ഗൂഗിളാണ് എക്സാമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ 2-3 ഫോട്ടോൻ്റെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച ഫോട്ടോകളാണ്. ഇവിടെ വന്ന് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ശേഷം ട്രാഷിൽ കൊടുത്തു. ട്രാഷിൽ നിന്നും ഞാനത് ഒഴിവാക്കാൻ പോവുകയാണ്. ട്രാഷിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ നിങ്ങൾ പലവരും വിചാരിക്കും നിങ്ങളെ ഫോട്ടോസുകൾ പെർമനൻ്റായിട്ട് ഡിലീറ്റായി നിങ്ങളുടെ ഫോണിൽ നിന്ന് പോയത്. എന്നാൽ അങ്ങനെയല്ല. ഈ ഫോട്ടോസുകളെല്ലാം വേറൊരിടത്ത് സേവായി വളരെ സുരക്ഷിതമായി കിടക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ആപ്ലിക്കേഷൻ കാണും. അത് ഓപ്പൺ ചെയ്യുക. ശേഷം ഞാൻ എടുത്ത ഫോട്ടോകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നും നിങ്ങൾ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്താലേ നിങ്ങളെ ഇത് പോകത്തുള്ളൂ. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ട്രാഷിൽ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്യുക. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പെർമനൻ്റ് ഡിലീറ്റ് എന്നാണ് അവർ കാണിക്കുന്നത്. ഇനി നിങ്ങൾ പെർമനൻ്റ് ഡിലീറ്റ് എന്ന് കാണിച്ചാലും ചില നിങ്ങളെ ഈ ആപ്ലിക്കേഷനിലും വരും. ആൽബംസ് എന്നൊരു ആപ്ലിക്കേഷൻ കാണും. ചിലത് നിങ്ങളെ ഫോട്ടോസുകൾ ഈ ആപ്ലിക്കേഷനിലും വന്നതായിരിക്കും. ഇതൊക്കെ വന്നതായിരിക്കും. എന്നാൽ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ എല്ലാ ഫയൽസിൽ നിന്നും പോകുന്നതാണ്. നിങ്ങൾ വേറെ ഒരു ഫയലിലും പോയി ഡിലീറ്റ് ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ
ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ആപ്പ് കൊടുക്കും. എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡാറ്റകൾ ഈ ആപ്പിൽ വീണ്ടും അവശേഷിക്കും. എങ്ങനെയാണ് പെർമനൻ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചാൽ അതിനായിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. ശേഷം ആപ്പ് ഇൻഫോ എന്നൊരു ഐ ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യും. ശേഷം ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിൽ ഇപ്പം യൂസ് സ്റ്റോപ്പ് അത് ഓഫായാണ് കിടക്കുന്നത്. അത് ഓഫായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ സ്റ്റോറേജ് ക്ലിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇത് രണ്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് ഓഫായി കിടക്കണമെങ്കിൽ മാത്രമാണ് ഈ യൂസ് സ്റ്റോപ്പ് ആദ്യം നിങ്ങൾ ഓഫ് ചെയ്യണം. ശേഷം ഇത് രണ്ടും ഓഫ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസിനും ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എഴുതുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബറും കൂടെ കൂടിയിട്ടുണ്ട്. സന്തോഷമായിട്ട് തുടർന്നും ഓരോ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.